നമ്മൾ ഏറ്റവും ഓരോ നിമിഷവും അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ കനത്ത ചൂട് തുടരുകയാണ്. ഇനിയും ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം പാലക്കാട്ടും തൃശ്ശൂരുമാണ് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട വേനൽ മഴയ്ക്ക് വരെ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചില തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സൂരജ് സജി. കനത്ത ചൂടിലാണ് സൂരജിൻ്റെയൊക്കെ ഓപ്പറേഷൻ എന്ന് എനിക്കറിയാം. അപ്പോൾ ഓപ്പറേഷൻ ഹോട്ട് പറയൂ. എസ്കേൻ, ഇന്നും അതുപോലെ തന്നെ ചൂട് കുറയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പാലക്കാടും തൃശ്ശൂരുമാണ് ഇതിൽ ഏറ്റവും പ്രയാസപ്പെട്ട് നിൽക്കുന്നത്. പകൽ സമയം പുറത്തിറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് ചൂട് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ പാലക്കാട് മാത്രം 39.5 ഡിഗ്രി ആയിരുന്നു രേഖപ്പെടുത്തിയത്. തൃശ്ശൂരിൽ അത് 40 ഡിഗ്രി ആയി എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. മറ്റു ജില്ലകളിലും ഇതുപോലെ തന്നെ ഈ ചൂട് ഉയരുന്നു എന്നുള്ളതാണ്. പുനലൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ 38, അതുപോലെ തന്നെ കണ്ണൂരിൽ 37. അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ചൂട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നവർ ഉൾപ്പെടെ ശ്രദ്ധിക്കണം എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ കാലമായതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. റോഡ് ഷോകൾ അടക്കം തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലെല്ലാം ഈ സ്ഥാനാർത്ഥികളടക്കം ഈ പകൽ സമയങ്ങളിലുള്ള പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട്, അതായത് ഈ ഉച്ച സമയത്തെ 12 തുടങ്ങി 3 മണി വരെയുള്ള സമയങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പ്രചാരണങ്ങൾ അടക്കം നടക്കുന്നത്. പാലക്കാട്, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഈ വേനൽ ചൂട് ഉയർന്നതോടുകൂടി ഈ കുടിവെള്ളക്ഷാമം അടക്കം രൂക്ഷമായിട്ടുണ്ട്. ഈ ഭാരതപ്പുഴ വറ്റി വരേണ്ട നിലയിലാണ് ഇത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പൈങ്കുളം മേഖലയിലടക്കം ഈ മോട്ടോർ പമ്പിംഗ് അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. ചേലക്കര തുടങ്ങി ഈ തൃശ്ശൂർ ജില്ലയുടെ ഒരു മലയോര മേഖലയാണ്, അത് ഈ പുഴയോട് ചേർന്ന മേഖലയാണ്, പ്രത്യേകിച്ച് വനമേഖലയാണ്. ഈ മേഖലയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പോലും ഇത്തരത്തിൽ കുടിവെള്ളക്ഷാമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം അരമണിക്കൂർ മാത്രമാണ് ഈ പൈങ്കുളത്ത് നിന്ന് ഒരു ദിവസം ഈ പമ്പിംഗ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പീച്ചി ഡാമിലും ഈ വെള്ളം കുറയുന്നു എന്നുള്ളതാണ്. ഇനി ഒരു മാസം ഉപയോഗിക്കാവുന്ന വെള്ളം മാത്രമാണ് പീച്ചിയിൽ ഉള്ളൂ എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഈ അണക്കെട്ടുകളിൽ ഉൾപ്പെടെ വെള്ളം കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നു മുതൽ 5 ദിവസത്തേക്ക് വേനൽ മഴ ഉണ്ടാകും എന്നൊരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ആശ്വാസകരമാണ്. ഈ 5 ജില്ലകളിലാണ്, ഈ 5 ദിവസത്തേക്ക് 4 ജില്ലകളിലാണ് ഇത്തരത്തിൽ ഈ മഴ പ്രവചിച്ചിരിക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഇത്തരത്തിൽ മഴ പെയ്യും എന്നൊരു പ്രവചനം വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി.